ഹലോ ഡിയർ സ്റ്റുഡൻസ്, MS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP തേർഡ് സെമസ്റ്റർ BCom ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള സെയിൽസ് മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ പലരും നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിൽസ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് എക്സാം വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എക്സാമിന് ചോദിക്കുന്ന കീ ഫാക്ടേഴ്സുകൾ അടങ്ങിയിട്ടുള്ളൊരു ക്ലാസ്സാണ്. അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സെയിൽസ് മാനേജ്മെൻറ്റിൽ നോട്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ് പേഴ്സണൽ സെല്ലിങ്ങിനെ കുറിച്ചിട്ട്. അപ്പോൾ പേഴ്സണൽ സെല്ലിങ്ങിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താണ് പേഴ്സണൽ സെല്ലിംഗ് എന്നും ആൻഡ് അതേപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതിൽ ക്വസ്റ്റ്യൻ ഇല്ല, മിസ് ഇപ്പോൾ പറയുന്ന ക്വസ്റ്റ്യൻസുകൾ നോട്ട് ചെയ്ത് പഠിക്കണം, കേട്ടില്ലേ? പേഴ്സണൽ സെല്ലിങ്ങും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ കമ്പാരിസണുകളും അതിൻ്റെ ഫങ്ഷൻസ് അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പേഴ്സണൽ സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു മൊഡ്യൂൾ അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് പേപ്പറിൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒന്നാണ്. അപ്പോൾ പേഴ്സണൽ സെല്ലിങ് നമ്മൾ ഓൾറെഡി മുന്നത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫേസ് ടു ഫേസ് ഇൻ്ററാക്ഷനാണ് സെയിൽസ് പേഴ്സണും ബയ്യറും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് വരുന്ന ഇൻ്ററാക്ഷനാണ്. ആൻഡ് അതേപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പൊക്കെയാണ്. കസ്റ്റമേഴ്സുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഭാവിയിൽ നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കുള്ളൂ. സോ അത്തരം കാര്യങ്ങളാണ് മെയിനായിട്ട് അവിടെ ഫോക്കസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസുകൾ ഫങ്ഷൻസും അതിൻ്റെ കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട് ഇമ്പോർട്ടൻസ്. അത് നിങ്ങൾ എന്തായാലും എക്സാമിന് പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് സെല്ലിംഗ് പ്രോസസ്സാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അതിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനായിട്ട് സെല്ലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം എടുത്തത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യനുകൾ ചോദിക്കും. ഏകദേശം ഒരു 6 മാർക്കോളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പം അതിൽ ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷന് ആൻഡ് അതേപോലെ തന്നെ ലിസണിങ്, നെഗോഷിയേഷൻ, ഡെമോൺസ്ട്രേഷൻ, പ്രസൻറ്റേഷൻ സ്കിൽ, അത് എസെൻഷ്യൽ ഇഫക്റ്റീവ് സെല്ലിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഇഫക്റ്റീവ് സെല്ലിങ് വരണമെങ്കിൽ എന്തെല്ലാം സ്കിൽസ് വേണം, ആ ഒരു സ്കിൽസാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്. ഇത് കൂടായിട്ട് പ്ലസ് സെല്ലിംഗ് പ്രോസസ്സ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ പഠിക്കേണ്ട ഒന്നാണ്. സെല്ലിംഗ് പ്രോസസ്സ് ഉണ്ട്, അതും കൂടി നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ലിസണിങ് സ്കില്ല്, നെഗോസിയേഷൻ, ഡെമോൺസ്ട്രേഷൻ, പ്രസൻറ്റേഷൻ സ്കില്ല്, ഇത്തരത്തിലുള്ള ഓരോ സ്കില്ലുകൾ പോയിന്റ് വൈസ് ചെയ്താൽ അതിന് ആ ഒരു പോയിന്റിന് നിങ്ങൾ നന്നായി എക്സ്പ്ലെയിൻ ചെയ്ത് ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ഇതിലൊരു 6 മാർക്ക് ഒരു ക്രൈറ്റീരിയ അവിടെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു സ്കിൽസ് ഇൻ സെല്ലിംഗ് പ്രോസസ്സ്, സെല്ലിംഗ് പ്രോസസ്സിൻ്റെ സ്കില്ലുകൾ. ഇനി മൂന്നാമത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലിസണിങ് സ്കില്ല്. അതൊരു 3 മാർക്കിൻ്റെ ഷോർട്ട് ടെസ്റ്റ് ഒക്കെ ആയിട്ടാണ് എപ്പോഴും ചോദിക്കാറുള്ളത് മുൻ വർഷങ്ങളിലൊക്കെ ആയിട്ട്. FIUGP ഇപ്പോൾ ആദ്യത്തെ ആണെങ്കിലും മുൻ ഡിഗ്രിക്കാർക്ക് ചെറിയൊരു പാർട്ടായിട്ട് ഒരു ഏരിയാസിൽ ലിസണിങ് സ്കില്ലുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കറക്റ്റ് നിങ്ങൾ മീനിങ് നോട്ട് ചെയ്ത് വെക്കുക. എബിലിറ്റി ടു ആക്യുറേറ്റ്ലി റിസീവ് ആൻഡ് ഇൻറ്ററപ്റ്റ് മെസ്സേജസുകൾ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് റിസീവ് ചെയ്യുക, അതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യുക, അതൊക്കെയാണ് പ്രോപ്പറായിട്ട് ഒരു ലിസണിങ് സ്കില്ല് വരിക. അല്ലേ, നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. അതാണ് ലിസണിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ ടൈപ്പുകളുണ്ട്, അതിൻ്റെ ഈ ടൈപ്പും ഇതേപോലെ തന്നെ പോയിന്റുകൾ നിങ്ങളിപ്പോൾ ഇതിലുള്ള പോയിന്റുകൾ വിത്ത് എക്സ്പ്ലനേഷൻ സഹിതം വേണം നിങ്ങൾ എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട്. ആക്റ്റീവ്, എംപതറ്റിക്, ക്രിട്ടിക്കൽ ലിസണിങ് തുടങ്ങിയ സ്കില്ലുകളും എല്ലാം ഈ ഒരു ലിസണിങ് സ്കില്ലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടൈപ്പുകളാണ്. ആക്റ്റീവായിട്ട് നമ്മൾ ലിസണിങ്ങിൽ ഒരു ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായാൽ നമുക്ക് 100% ആയിട്ട് അവിടെ ഒരു ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ പറയുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് വേണം അതവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലിസണിങ് സ്കില്ലിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് 2 or more പാർട്ടീസ് ഡിസ്കസിങ് ടു റീച്ച് എഗ്രിമെൻറ്റ്. ഒരു എഗ്രിമെൻറ്റിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി വരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ മെയിനായിട്ട് ഈ നെഗോഷിയേഷനിൽ 2 പാർട്ടീസാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 2 പാർട്ടീസ് ആകുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ആ ഒരു പോയിന്റ് തന്നെ കിട്ടില്ല. 2 പാർട്ടീസിന് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം, കോംപ്രമൈസ് നടക്കണം, ദെൻ വിൻ വിൻ ഔട്ട്കം ആയിരിക്കണം. ഇത്രയാണ് നെഗോഷിയേഷനിൽ നോക്കേണ്ടത്. ഇത് കൂടായിട്ട് ഇതിൻ്റെ വൈഡ് എക്സ്പ്ലനേഷനുകൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ആ ഒരു വൈഡ് എക്സ്പ്ലനേഷൻ സഹിതം
സഹിതം നിങ്ങൾ പഠിക്കണം. ഇത് നമ്മൾ എക്സാം ബേസ്ഡ് ചെയ്യുന്ന വീഡിയോസ് ആയ കാരണം വൈഡ് എക്സ്പ്ലനേഷൻസ് കുറവാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ബ്രീഫ് കോൺസെപ്റ്റ് മാത്രം നമ്മളിവിടെ നോക്കി മനസ്സിലാക്കി പോകുന്നുള്ളൂ. അപ്പോൾ നെഗോസിയേഷൻ എന്താണെന്നുള്ളത് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, മെയിനായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് വിത്ത് എക്സ്പ്ലനേഷൻ സഹിതം നിങ്ങൾ നോക്കി വെക്കണം. ജസ്റ്റ് മീനിങ് നിങ്ങൾ പഠിക്കണം. ഇൻവോൾവ്സ് 2 or more parties discussing to reach agreement. That is the main key point of negotiation. And the important features: communication, compromise, win-win outcome. Okay. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എക്സാമിൽ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മാത്രം എഴുതാതെ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ള അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എഴുതണം. ഇൻട്രൊഡക്ഷൻ അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് എഴുതാൻ, മെയിനായിട്ട് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിലേക്ക് നിങ്ങൾ മെയിനായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, വിഷ്വൽ ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ മെയിൻലി കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കണം. കമ്മ്യൂണിക്കേഷൻ മീനിങ് എന്തായിരുന്നു? ഒരു എക്സ്ചേഞ്ച് ഐഡിയാസ്, തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ബിറ്റ്വീൻ 2 or more persons, അല്ലേ? 2 അതിലധികമോ വ്യക്തികൾ അവിടെ എക്സ്ചേഞ്ച് ചെയ്യുക. അവിടെ എന്ത് കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ അവിടെ ഇൻഫോർമേഷൻസ് ആയിരിക്കാം, ഐഡിയാസ് ആയിരിക്കാം, തോട്ട്സ് ആയിരിക്കാം, ഫീലിങ്സ് ആയിരിക്കാം, ഇമോഷൻസ് എന്തുമാകാം. അത് എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും വാക്കാലാകണമെന്നില്ല, അല്ലേ? അല്ലെങ്കിൽ സ്പോക്കൺ ഇൻ വേർഡ്സ് ആകണമെന്നില്ല, റിട്ടൺ ഇൻ വേർഡ്സ് ആകാം മേ ബി, അല്ലെങ്കിൽ ഓറൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗെസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വിഷ്വൽ ആയിരിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ പാർട്ടിൽ വരുന്നുണ്ട്. സോ 6 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ് സ്റ്റേജസ് ഓഫ് ലിസണിങ് പ്രോസസ്സ്. നമ്മൾ നേരത്തെ ലിസണിങ് ഓൾറെഡി പറഞ്ഞതായിരുന്നു അല്ലേ, 3 മാർക്കിൻ്റെ എസ്സേ ആയിട്ട്. ഇത് 6 മാർക്കിന് സ്റ്റേജസ്, ലിസണിങ് പ്രോസസ്സിൻ്റെ സ്റ്റേജസുകൾ ചോദിക്കും. ജസ്റ്റ് ഇവിടെ നമ്മൾ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ പോയിന്റിൻ്റെയും എക്സ്പ്ലനേഷൻ സഹിതം നിങ്ങൾ നോക്കി വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. റിസീവിങ്, അണ്ടർസ്റ്റാൻഡിങ്, ഇവാലുവേറ്റിംഗ്, റെസ്പോണ്ടിങ് ആൻഡ് റിമെമ്പറിങ്. ഈ പറഞ്ഞ സെയിം കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ചെയ്തു പോകുന്നതാണ്. റിസീവ് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, അത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും, അതിന് ശേഷം നമ്മൾ വീണ്ടും അത് റിമെമ്പർ ചെയ്യും. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ലിസണിങ് പ്രോസസ്സിൽ വരുന്ന സ്റ്റേജസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റേജസുകൾ പ്രോപ്പറായിട്ട് അവിടെ പഠിച്ച് നിങ്ങൾ പോകണം. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ലിസണിങ് പ്രോസസ്സിൻ്റെ സ്റ്റേജ്. 6 മാർക്കിന് ചോദിക്കാം. ലിസണിങ് എന്താണെന്ന് നമുക്കൊരു 3 മാർക്കിനും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഏരിയയാണ് ഡെമോൺസ്ട്രേഷൻ സ്കില്ലുകൾ. അപ്പോൾ ഡെമോൺസ്ട്രേഷൻ സ്കില്ല് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിൽ നമ്മുടെ സെയിൽസിൽ ഒരു നമ്മുടെ പ്രോഡക്റ്റിനവിടെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, ഡെമോ ചെയ്യുന്ന ഒരു രീതിയാണ്. ഷോ പ്രോഡക്റ്റ് ബെനഫിറ്റ് ത്രൂ നോളജ്, ക്ലാരിറ്റി ആൻഡ് കോൺഫിഡൻസ്, അല്ലേ? ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ അവിടെ ആക്ട് ചെയ്യുക. ഒരു പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമർ വാങ്ങണമെങ്കിൽ ഈ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റാണ്, ഇതിൻ്റെ ക്വാളിറ്റീസ് ഇങ്ങനെയൊക്കെയാണ്, ബട്ട് നമ്മൾ ആ വാങ്ങുന്ന ആളെ ഇൻഫ്ലുവൻസ് ചെയ്യണം. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഡെമോൺസ്ട്രേഷൻ സ്കില്ല് വരിക. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് ഷുവറായിട്ട് ചോദിക്കുന്ന ഏരിയയാണ്. ഇനി പ്രോക്സിമിറ്റി നമുക്ക് എന്താണെന്ന് അറിയണം. പ്രോക്സിമിറ്റീൻ്റെ മീനിങ് പറയുന്നത് ഫിസിക്കൽ ക്ലോസ്നെസ് ബിറ്റ്വീൻ സെയിൽസ് പേഴ്സൺ ആൻഡ് കസ്റ്റമർ. ഒരു ഫിസിക്കൽ ക്ലോസ്നെസ് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു ട്രസ്റ്റും ഒരു റാപ്പോർട്ടൊക്കെ മെയിനായിട്ട് നമ്മുടെ സെയിൽസ്മാന് കസ്റ്റമേഴ്സുമായിട്ട് അവിടെ എപ്പോഴും അവിടെ കീപ്പ് ചെയ്യണം. ഡെയിലി ഈ സെയിൽസ് പേഴ്സണും കസ്റ്റമേഴ്സും തമ്മിലൊരു റാപ്പോർട്ട്, ഒരു ട്രസ്റ്റും ഒക്കെ ഉണ്ടായിരിക്കണം. പ്രോഡക്റ്റ് വാങ്ങിയത് കഴിഞ്ഞുകൊണ്ട് കാര്യമില്ല, പ്രോപ്പറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ച് അന്വേഷിക്കും. ആഫ്റ്റർ സെയിൽ സർവീസൊക്കെ മെയിനായിട്ട് ഈ ഒരു പ്രോക്സിമിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് പറഞ്ഞത് ഫിസിക്കൽ ക്ലോസ്നെസ് ആണ് ബിറ്റ്വീൻ നമ്മുടെ സെയിൽസ് പേഴ്സണും അതേപോലെ തന്നെ കസ്റ്റമറും. അടുത്തൊരു ഏരിയ ആയിരുന്നു ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് എക്സാമിന് ഡിജിറ്റൽ സ്പേസ്. അപ്പോൾ ഡിജിറ്റൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഫോർ സെയിൽസിങ് മാർക്കറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അല്ല, നമുക്കറിയാം നമുക്ക് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ. ഇപ്പം നമ്മളെ ഫ്ലിപ്കാർട്ട്, ആമസോണ്, അങ്ങനെ വരുന്ന എല്ലാ കൊമേഴ്സിൻ്റെ എല്ലാ ഔട്ട്ലെറ്റ്സുകളും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിജിറ്റൽ സ്പേസാണ്. അപ്പോൾ ആ ഡിജിറ്റൽ സ്പേസിനെ കുറിച്ച് എക്സാമിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വരും. അതിൻ്റെ ഫങ്ഷൻസുകൾ അതിൻ്റെ നോട്ട് ചെയ്യാം കേട്ടോ.
ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് ഡിജിറ്റൽ സ്പേസ്. അതൊരു എസ്സേ ആണ്. ഡിജിറ്റൽ സ്പേസ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻസ്, ഇ കൊമേഴ്സിൻ്റെ എമർജൻസും ഇ കൊമേഴ്സിൽ നിന്നും അത്യാവശ്യം ക്വസ്റ്റ്യനുകൾ സെയിൽസ് മാനേജ്മെൻറ്റിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസുകളായിട്ടുള്ള വെബ്സൈറ്റുകൾ, സോഷ്യൽ മീഡിയാസ്, ഇ കൊമേഴ്സ്, ഇമെയിലൊക്കെ നിങ്ങൾ വൈഡായിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനും കൂടി മുഖേന അവിടെ കടന്നു പോകേണ്ട ഒന്നാണ്. ഇനി കമ്മ്യൂണിക്കേഷനും അതിൻ്റെ ഡെഫിനിഷനും പ്രോസസ്സും. കമ്മ്യൂണിക്കേഷൻ ഇപ്പം മിസ് നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, ഐഡിയാസും ഫാക്റ്റുകളും എക്സ്ചേഞ്ച് ചെയ്യുന്നൊരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ബിറ്റ്വീൻ ഷെയറിങ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ 2 or more പാർട്ടീസ്. ഇനി അതിൻ്റെ പ്രോസസ്സ് ഉണ്ട്, നോട്ട് ചെയ്യുക. അതിൻ്റെ പ്രോസസ്സ് വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ. ഇതിൻ്റെ പ്രോസസ്സ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഷുവറായിട്ട് എല്ലാ വർഷങ്ങളിലും ചോദിക്കുന്ന ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രോസസ്സിൽ ഒരെണ്ണം തെറ്റിയാലും നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് എൻറ്റയർ സ്ട്രക്ചറേ മാറും. അപ്പോൾ കറക്റ്റ് കാര്യങ്ങൾ SMCRF പറഞ്ഞൊരു കോഡ് ഉണ്ടാക്കുക, പഠിക്കുക. നമുക്ക് അത്രേ പറയാനുള്ളൂ. അതായത് SMCRF എന്തായിരുന്നു കോഡ്? ഒന്നും കൂടി നോട്ട് ചെയ്യുക ഈ ഒരു കോഡ്, കാരണം എത്രയും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കോഡ് പറയുന്നത്. SMCRF. എസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ, മെസ്സേജ് അയക്കുന്ന വ്യക്തിയാണ് സെൻറ്റർ. സെൻറ്റർ ആരും ആകാം അല്ലേ, സെൻറ്റർ. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, സെൻറ്റർ അയക്കുന്ന ആ ഒരു സബ്ജക്റ്റ് മാറ്ററാണ് M, ദാറ്റ് ഈസ് മെസ്സേജ്. സബ്ജക്റ്റിൻ്റെ മാറ്ററാണ് M, അതായത് മെസ്സേജ് എന്ന് പറയുന്നത്. ഇനി ആ മെസ്സേജ് എന്ത് മുഖേന പാസ് ചെയ്യും? ചാനൽ മുഖേനയാണ് അവിടെ പാസ് ചെയ്യുന്നത്. ദെൻ ചാനൽ മുഖേന അത് ആരിലേക്ക് എത്തും? റിസീവറിലേക്ക് എത്തും. ദെൻ റിസീവർ ഫൈനലി ആരിലേക്ക് അത് പാലിക്കുന്നുണ്ടായിരിക്കാം? ഫീഡ്ബാക്ക് ആയിട്ട് അഗെയിൻ നമ്മുടെ സെൻറ്ററിലേക്ക് എത്തും. സോ ഇറ്റ്സ് എ സൈക്ലിക്കൽ പ്രോസസ്സ് അല്ലേ. സെൻറ്റർ, മെസ്സേജ്, ചാനൽ, റിസീവർ ആൻഡ് ഫൈനലി ഫീഡ്ബാക്ക്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതും എക്സാമിന് ഷുവറാണ്, ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ ഇല്ല. അൾട്ടിമേറ്റ് നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് ലിസണിങ് ഇൻ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ. ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ ലിസണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഈ ഏരിയയും എക്സാമിന് ചോദിക്കാം നിങ്ങൾക്ക് ഷോർട്ട് എസ്സേ ആയിട്ട്. അപ്പോൾ ലിസണിങ് നമുക്കുള്ളത് മൂലം വരുന്ന കുറച്ച് 2-3 കീ പോയിന്റുകളുണ്ട്. ആദ്യത്തെ കീ പോയിന്റ് എന്തായിരുന്നു? ഇംപ്രൂവ്സ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിലേഷൻഷിപ്പ്. അണ്ടർസ്റ്റാൻഡിങ് ഇമ്പ്രൂവ് ചെയ്യാനും റിലേഷൻഷിപ്പ് കൂട്ടാനും സഹായിക്കും. അപ്പം അല്ല, പ്രോപ്പറായിട്ട് നമ്മളൊരു കാര്യം അവിടെ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ ബേസിക്കലി എന്ത് ചെയ്യും, അതവിടെ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ഇനി ഇതേപോലെ തന്നെ എന്തൊക്കെയായിട്ടായിരിക്കാം ബാരിയേഴ്സ്. ഇതിൻ്റെ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരിക്കാം, മിസ് റെപ്രസെൻറ്റേഷനും അതേപോലെ തന്നെ മിസ് ഇൻ്റർപ്രിട്ടേഷനും എല്ലാം ഈ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒന്നാണ്. പിന്നെ ഇമോഷൻസുകൾ, ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിക്കേഷനെ ബാധിക്കുന്ന ഒരു ബാരിയേഴ്സാണ്. കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, നമ്മുടെ ലിസണിങ് പ്രോസസ്സിനെയും ബാധിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇത്രയും ഏരിയകൾ പ്രോപ്പറായിട്ട് പഠിച്ചു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഏരിയകൾ അവിടെ കവർ ചെയ്യാനും നല്ല മാർക്കുകൾ അവിടെ സ്കോർ ചെയ്യാനും വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോപ്പർ ഏരിയ നിങ്ങൾ നോക്കി വെക്കണം. ഇനി നമുക്ക് സെയിൽസ് ലെറ്റർ കൂടി നോക്കാനുണ്ട്. ഈ ഒരു ഏരിയയിൽ നമുക്ക് നോക്കേണ്ട ഒന്നാണ് സെയിൽസ് ലെറ്റർ. സെയിൽസ് ലെറ്റർ പറഞ്ഞൊരു റിട്ടേൺ ഡോക്യുമെൻ്റ് ആണ്. പ്രൊമോട്ട് പ്രൊഡക്റ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് സെയിൽസ് ലെറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് പെർസ്യൂസീവ് ആണ്, അട്രാക്റ്റീവ് ആണ്, അതേപോലെ തന്നെ ബെനഫിറ്റ് ഫോക്കസ്ഡും ആണ്. ഇതാണ് സെയിൽസ് ലെറ്ററിൽ വരുന്ന മെയിൻ ഫീച്ചേഴ്സ്. അപ്പോൾ ഒരു റിട്ടൺ ആയിട്ട് വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ടൈപ്സ് ഡയറക്റ്റ്, DCIR ആണ്. ഡയറക്റ്റ്, സർക്കുലർ, ഇൻട്രൊഡക്ടറി ആൻഡ് റിമൈൻഡർ. ഇത്രയാണ് മെയിനായിട്ട് സെയിൽസ് ലെറ്ററിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. ഇതും 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഇനി നമുക്ക് ഇത് കൂടായിട്ട് അഡീഷണൽ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പേഴ്സണൽ സെല്ലിങ്ങും അതിൻ്റെ സെല്ലിങ് പ്രോസസ്സിൻ്റെ സ്റ്റെപ്പുകളും പിന്നെ ക്വാളിറ്റീസ്. ഒരു സെയിൽസ് പേഴ്സൻ്റെ ക്വാളിറ്റി എന്താണ്, ആൻഡ് അതേപോലെ തന്നെ എയ്ഡ മോഡൽ അല്ലേ. എയ്ഡ മോഡൽ നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചാനലിൽ അതിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എയ്ഡ മോഡലിനെ കുറിച്ചിട്ട്. അപ്പോൾ എയ്ഡ മോഡലും എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഇനി ഇത് കൂടായിട്ട് എക്സ്ട്രാ എത്തിക്കൽ ഇഷ്യൂസ്, എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ആണ് അത് ഡീൽ ചെയ്തത്, അത് നമ്മൾ എന്ത് ചെയ്യണം,
6 മാർക്ക് ഓർ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് മേ ബി ചിലപ്പോൾ എസ്സേ ആയിട്ട് 10 മാർക്കിന് ചോദിക്കാനൊരു ഇടവയുള്ള ഒരു ക്വസ്റ്റ്യനാണ് എത്തിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. അതും നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം. ദെൻ ടെക്നോളജി ഇൻ സെയിൽസ്, അതിൻ്റെ ഫ്യൂച്ചറും എല്ലാതും എസ്സേ ആയിട്ട് മേ ബി ചോദിക്കാം. അപ്പോൾ 10 മാർക്കിൻ്റെ എസ്സേ ആയിട്ടും ചോദിക്കാം. അപ്പം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത എല്ലാ ഏരിയാസും കറക്റ്റായിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിൽ പാസ്സാവാൻ മാത്രമല്ല നല്ല മാർക്ക് സ്കോർ ചെയ്യാനും വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സെയിൽസ് മാനേജ്മെൻറ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകൾ. ഓരോ ചാപ്റ്ററിൽ നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ഏറ്റവും മിനി എക്സ്പ്ലനേഷനും അടങ്ങിയ ഒരു വീഡിയോ ക്ലാസ് ആയിരുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്രദമായി നിങ്ങളുടെ മൂല്യമുള്ള കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് അടുത്ത പാർട്ട് വീഡിയോസുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.